ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കൾ, 93 വർഷക്കാലം ധന്യമായ ജീവിതം നയിച്ച് ഈ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ അപ്പച്ചനെ സന്തോഷത്തോടുകൂടി യാത്രയേക്കാൻ നമ്മളിവിടെ എത്തിയിരിക്കും. വേർപാട് ദുഃഖമുള്ളതാണ്. അതിലുപരി നമുക്ക് പ്രിയമുള്ളവരാകുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ആഴവും കൂടും. അപ്പച്ചൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ പ്രിയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പച്ചനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് ഷാജിയുടെ വീട്ടിൽ വെച്ചാണ്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും ഞങ്ങളവിടെ സംസാരിക്കുകയും എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഓരോരുത്തരെ അടുത്ത് വിളിച്ചിരുത്തി ഓരോ വിവരങ്ങൾ ചോദിക്കാനൊക്കെ അപ്പച്ചൻ എപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ട്. ഇത്രയും സൗമ്യനായ, ഇത്രയും പ്രസന്നായ ഒരു വ്യക്തിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചന്റെ അടുത്തിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ ശൈലിയും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു അപ്പച്ചൻ്റെ ഉണ്ടായിരുന്നത്. അപ്പച്ചൻ കാണിച്ചു വെച്ച നല്ല മാതൃകയോർക്ക് അപ്പച്ചൻ്റെ മക്കൾക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. അപ്പച്ചൻ്റെ വേർപാടിൽ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ദൈവികമായ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കേരള സമാജത്തിൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിച്ചു. താങ്ക് യു. കൂടിയിരിക്കുന്ന എല്ലാവരും, അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് അയവിറക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലൊരു കടലിരമ്പുന്നുണ്ട്. അതിലൊരു തുള്ളി എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 93 വർഷം ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അപ്പച്ചൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി, ആ വിളക്കിൻ്റെ പ്രകാശം, അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് തീർക്കാൻ പറ്റില്ല. അപ്പച്ചൻ്റെ പേര് പാപ്പി. ആ 2 അക്ഷരത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുടെ ഒരു സമാഹാരത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് പാപ്പി. സ്നേഹം, ക്ഷമ, ഔദാര്യം, ഉന്നതമായ ആറ്റിറ്റ്യൂഡ്, സ്നേഹം, എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള കഴിവ്, ഈ ലോകത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും മണ്ണിനെയും എല്ലാം സ്നേഹിച്ച ഒരു വ്യക്തി. ഈ വാക്കുകളുടെ എല്ലാം കൂടി അർത്ഥം കൂടുന്നത് എൻ്റെ അപ്പച്ചൻ്റെ പേരാണെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അപ്പച്ചനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞു. അധ്യാപകൻ എന്നതിനേക്കാൾ അപ്പച്ചനൊരു കർഷകനായിരുന്നു. തിരുമേനി പറഞ്ഞില്ലേ, ഒരു മലയുടെ മുകളിൽ ആ മല എത്ര സമൃദ്ധമായിരുന്നെന്നറിയാമോ? കൃഷി കൊണ്ട് എത്ര തരം കൃഷി വിഭവങ്ങൾ, എത്ര തരം ഫലവൃക്ഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഏതൻ തോട്ടമായിരുന്നു ആ സ്ഥലം. എല്ലാം അപ്പച്ചൻ്റെ നോട്ടത്തിലാണ് അതെല്ലാം വളരുന്നത്. ഈ മണ്ണിനെയും ഞങ്ങൾ വളർത്തുന്ന ആടിനെയും ആടിനെയും പട്ടിയെയും ഒക്കെ സ്നേഹിച്ച്, സ്നേഹത്തിന്റെ ഭാഷ ഇത്ര ബലമായി അറിഞ്ഞത് ഞങ്ങളുടെ അപ്പച്ചൻ. അപ്പച്ചൻ താഴെ വരുമ്പോൾ ഞങ്ങളുടെ പശുക്കൾക്ക് അറിയാം അപ്പച്ചൻ താഴെ സ്റ്റെപ്പ് ചവിട്ടുന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളോടൊപ്പം തന്നെ ഈ എല്ലാവരെയും സ്നേഹിക്കാൻ, സ്നേഹത്തിന്റെ ഒരു വലിയ കൂടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ വസിച്ചിട്ട് ഇന്ന് അപ്പച്ചൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവിടെ എനിക്കൊരു സമാധാനമുണ്ട്. എൻ്റെ അപ്പച്ചനോട് ചെല്ലുമ്പോൾ അവിടെ നിറയെ മാലാഖമാരെ, അവിടെ നിറയെ വിശുദ്ധന്മാരായിരിക്കും. എൻ്റെ അപ്പച്ചനെ കൈപിടിച്ച്
മരണക്കിടക്കയിലും വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന, അവരോട് സരസപൂർണ്ണം സംസാരിക്കുന്ന, എത്രയോ 12 ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോഴും അപ്പച്ചൻ അവിടെ വരുന്നവരോട് സംസാരിക്കുന്ന രീതി കണ്ടാൽ യാതൊരു വിഷമവും അനുഭവിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു രീതി. ഏത് ദുഃഖത്തിന് സന്തോഷം, എല്ലാം സഹിക്കുന്ന, ഇത്രയും സഹന ശക്തിയുള്ള ഒരു വ്യക്തി. എത്ര പറഞ്ഞാലും തീരാത്ത എല്ലാ സ്വഭാവങ്ങളുടെയും. ഞങ്ങളെ വളർത്തുമ്പോൾ ഞങ്ങൾ അപ്പച്ചൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാ മാതാപിതാക്കളും അടിച്ചു പിടിച്ചും വളർത്തണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും അടിയൊന്നും കൊണ്ടല്ല വളർന്നത്, സ്നേഹം കണ്ട് മാത്രം വളർന്നത്. പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. ജീവിതത്തെ ഇത്ര സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ ദിവസവും അദ്ദേഹം ആഘോഷിക്കുകയായിരുന്നു ജീവിതം. ഏത് സാഹചര്യത്തിലും ഈ ജീവിതത്തെ സ്നേഹിക്കാൻ ഒരിക്കലെങ്കിലും ഒരു നിരാശ, ഒരു ജീവിതത്തോടൊരു മടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പത്തന്റെ ആ ജീവിതത്തോടുള്ള സ്നേഹം ഞങ്ങളെയും അതൊക്കെ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പച്ചന്റെ ഓരോ കാര്യങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്ന 4 വർഷത്തിന് മുമ്പ് അപ്പച്ചൻ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ അധ്യാപക വിദ്യാർത്ഥികളെ പോയി ക്ലാസ് എടുത്ത കാര്യം പറയുമായിരുന്നു. ഈ ഭൂമിശാസ്ത്രമൊക്കെ, ഭൂമിയിലെ അക്ഷാംശങ്ങളും അതിൻ്റെ സമയവ്യത്യാസങ്ങളും ഒക്കെ ഞാനൊരു പ്രാവശ്യം ഈ അറൗണ്ട് ദ വേൾഡ് 80 ഡേയ്സ് എന്നുള്ള പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറയുകയായിരുന്നു ഈ സമയത്തിന്റെ വ്യത്യാസം എങ്ങനെയാ വരുന്നതെന്ന്. പക്ഷെ സത്യത്തിൽ എനിക്കതൊക്കെ അത്ര അറിയില്ലായിരുന്നു. അപ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞത്. നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ ക്ലാസ് പിള്ളേർക്ക് എടുത്തു കൊടുത്തു. അതൊരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതൊക്കെ ഓർത്തിരിക്കാൻ ചിലപ്പോൾ ഓർത്തിരുന്നിരിക്കും. അപ്പച്ചൻ എനിക്കൊന്ന് എഴുതി തരാം. അപ്പച്ചൻ അത് എഴുതി തന്നു. ഷാർപ്പായ ഓർമ്മയും ഷാർപ്പായ ബുദ്ധിയും കൊണ്ട് മരണത്തിന്റെ ദിവസം വരെയും ആ ഓർമ്മ അപ്പച്ചൻ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. ആ മരണ ദിവസം വരെയും കൊന്ത നമസ്കാരം ചൊല്ലിയ 12 ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഒരു ദിവസം പോലും കൊന്ത നമസ്കാരം അപ്പച്ചൻ നിർത്തിയില്ല. അങ്ങനെ ജീവിതത്തെ മുഴുവനും സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിൽ മാത്രം ജീവിതം അടിയുറപ്പിച്ച് വിശ്വാസത്തിന്റെ പാതയിലൂടെ നടന്ന എൻ്റെ അപ്പച്ചനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. തിരുമേനി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കാണുന്നത് തിരുമേനിയുടെ ഫാദർ എൻഡിവറി സാറും അപ്പച്ചൻ്റെ ചേട്ടൻ തോമസ് സാറും കൂടി പല കാര്യങ്ങൾക്ക് ലീജിയൻ ഓഫ് മേരിക്കും ഈ വിൻസെന്റ് പോൾ സൊസൈറ്റിക്കും ഒക്കെ നടക്കുന്നതാണ്. സൺഡേ സ്കൂൾ ഞങ്ങളെയും അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ പുതിയ പാട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ രീതിയിലൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. പാട്ടിനെ ഇത്രയും സ്നേഹിച്ച, പാട്ട് പാടാൻ ഇത്രയും ഇഷ്ടമുള്ള, ഇപ്പോഴും ഒരു പുതിയ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പച്ചൻ. പുതിയതല്ല, ഇച്ചിരി പഴയതാണ്. പക്ഷെ അപ്പച്ചൻ അത് പഠിക്കുന്നത് ഇപ്പോഴായിരുന്നു. യഹോവ ഈരേ എന്നുള്ള പാട്ട്. ഇങ്ങനെ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ട് ജീവിതത്തെ, ഇന്ന് നാളെയാണ് ജീവിതം അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും പ്രാർത്ഥനയിലും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രത്യാശയിലും വഴി കാട്ടിത്തന്ന എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഇനി അധികം ഞാൻ പറയുന്നില്ല. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രിസ്ത്യാനിക്ക് ആ വിശ്വാസമില്ല. പക്ഷേ ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആഗ്രഹമെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പച്ചൻ്റെ മകളായിട്ട്, എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും മകളായിട്ട് ഞങ്ങളുടെ ആ പഴയ വീട്ടിൽ വന്ന് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പച്ചൻ മരിക്കുന്നതിനാണ്. അപ്പച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 5-6 ദിവസം കഴിഞ്ഞപ്പം അപ്പച്ചന് സുഖമായിട്ട് വീട്ടിൽ വരാമെന്നൊക്കെ ഉള്ള ഒരു പ്രത്യാശ ഉണ്ടായിരുന്നിട്ട് അപ്പച്ചൻ എന്നെ ഞാനും മോളും കൂടെ അടുത്തേന്ന് അപ്പച്ചൻ പറഞ്ഞു. മോളെ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു അപ്പച്ചൻ. എന്താന്ന് ചോദിച്ചാല് എൻ്റെ മരുമക്കള് 2 പേര്, ഇവരെ 2 പേരെ എടുത്ത് പറഞ്ഞു. ഷെർലിയും ഡേസിയും പറഞ്ഞിട്ട് പറഞ്ഞു, അവരെന്നെ എത്രമാത്രം സ്നേഹിച്ചെന്നറിയാമോ? ഞാനും അവര് നിങ്ങളെക്കാൾ സ്നേഹിച്ചു. എൻ്റെ മരുമക്കളല്ല, എൻ്റെ മക്കളാണ് എന്തെല്ലാം പറഞ്ഞു. കുറേ നേരം അവരെ കുറിച്ച് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്, ഞാൻ സന്തോഷമായിട്ടാണ് പോകുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പാട്ടൊക്കെ പാടി എന്നെ കൊണ്ട് പോസിറ്റീവായി ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അതുകൊണ്ട് ചില അപ്പച്ചനെ വഞ്ചിച്ചവരുണ്ട്, അപ്പച്ചനെ ചതിച്ചവരുണ്ട്. പക്ഷെ അവരോടൊന്നും ഒരിക്കലും അപ്പച്ചൻ
ആ ഒരു വിദ്വേഷം മനസ്സിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വഭാവ ഗുണങ്ങൾ കണ്ട ഒരേ ഒരു മനുഷ്യൻ എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ കാലത്തെ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചനാണ് എൻ്റെ മാത്രം പുരുഷൻ, എൻ്റെ റോൾ മോഡൽ, എൻ്റെ കിങ്, എല്ലാം എൻ്റെ അപ്പച്ചനാണ്. അത്രയ്ക്ക് ഒരു മകൾ ഞാൻ മരിച്ചു പോയതുകൊണ്ട് പറയല്ല, മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പറയുന്നതാണ്. മിസ്മോൾ എന്നോട് പറയും, അമ്മ ഇത്രയും ഒരു അപ്പച്ചൻ നമുക്കുണ്ടോ? അവളെപ്പോഴും പറയുന്നത് ഇങ്ങനെ ഒരു അപ്പച്ചൻ നമുക്കുണ്ടോ, വണ്ടർഫുൾ അപ്പച്ചൻ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഇങ്ങനെ ഒരു ജീവിതം കൊണ്ട് ഇത്ര ധന്യമായി ഇത്ര സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും സന്തോഷമായി, എപ്പോഴും ഓരോ നിമിഷവും ഓരോ ദിവസവും ആഘോഷിച്ച് ആ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാവർക്കും എനിക്ക് എത്ര സമയം നന്ദി. Thank you, Krishna. Just two of Apachin's 18 grandchildren. There aren't enough words. There aren't enough words in the English dictionary to describe the type of strong and amazing man that Apachin was. The first two words that I ever remember Apachin saying in the English language were thank you. And that's the kind of life that Apachin lived, one of gratitude. He was always grateful for every single person in his life, and always grateful just to be alive. Even in the hospital, when the nurses asked him how he was doing, Apachin always said, "I am fine," and introduced himself to everybody, saying, "My name is Papi. Papi is always happy." He spread love and laughter to every single person that he met, and he touched so many lives. And that's evident by the amount of people that are here in this room to pay tribute to him. Apachin was a patient, forgiving, and kind soul who worked very hard and lived a faithful and humble life. What's amazing is that Apachin prayed the rosary every morning at 5 a.m. And he passed away just after 5 a.m. on Wednesday morning, right after he finished praying the rosary. That's how dedicated he was. I was lucky enough to be with Apachin in the morning he passed away. We stood around Apachin with one hand placed on him, and we all recited a prayer. And then we saw him take his last breath. I'm blessed to have known a man like Apachin, and proud to call him my grandfather. One of the many messages that we can take from Apachin's life is to always be thankful and never take life for granted. To think of life as a gift from God and to be grateful for every second of it. I love and miss you, Apachin, and I'll never ever forget you. Paul is going to speak about Apachin. Hi, my name is Isabel. I am the 18th and youngest grandchild of Apachin. He was a great man. He used to call me his gift. He always used to make everyone smile. He was a very nice person to everybody. His heart was filled with joy. I loved that he was my Apachin. He was the best Apachin ever. But I'm glad that he's with Amaji and God watching over us. Like, he wants to see how we live our lives. Like, he wanted
us to live his life the way that he did. I love you, Uncle Joe. Vipin Chamakala will share his memories of Abhijit. Alright, so I've never done this before, but today I know I have to. I'm going to keep this short and sweet, just like Isabel. And a little funny too. For those that don't know me, I am Upperton's 12th grandchild. While he used to call me his favorite, every grandchild was his favorite. Actually, everyone here was his favorite. Upperton was a man that was in love with the world and everyone in it. Everyone felt this after meeting him, and this, I think, is what kept him going for 93 years. Me and Upperton had a special bond. Rather than him being my grandfather and me being his grandson, we were actually friends. We spoke to each other like Malayalam film movie stars, or at least I thought we did. We've gone on walks. I would cut his hair. We would drink coffee together, and even watch Asian after a big dinner cooked by my mom. These are the moments that I wish I could go back to. All of his grandchildren had a special bond, and he was a very special person who cared for each and every single one of us. He prayed for us every single night. Through his everyday actions and his entire life, he showed me how to be a man, a good and joyful man. Even though we're no longer here with him, he's going to continue to teach me and all of us, all of his grandchildren, these lessons for the rest of our lives. Thank you.
ഇപ്പോൾ സീനിയർ ഫോർത്ത് റെപ്രസെന്റ് ചെയ്ത് മിസ്സസ് തെരേസ ആന്റണി സംസാരിക്കും. സാറിനെ കേരള സെൻട്രലിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഇംപ്രഷൻ ഒരു പോയിട്രി വായിക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോയിട്രി വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വീട്ടിലേക്ക് അയച്ചു തന്നു. അത് ടെലിഫോണിൽ കൂടെ അത് പാടി ഞങ്ങൾ കേൾപ്പിക്കുകയും കൂടി ചെയ്തു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ത്രേസ്യാമ്മ പാപ്പി സാറിനെ അവിടെ കേരള സെൻട്രലിൽ യോഗ നടക്കുന്നുണ്ട്. അപ്പോൾ യോഗയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ത്രേസ്യാമ്മ കൊണ്ടുവന്നു. അപ്പോൾ ഒരുവിധം എല്ലാം ചെയ്തു. മെഡിറ്റേഷനിൽ പങ്കെടുത്തു, പിന്നെ ചില സ്ട്രെച്ചസിലൊക്കെ പങ്കെടുത്തു. പിന്നെ he was very intelligent and smart, so he always listened to his body. അപ്പോൾ ചില പോസ്റ്റേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ കസേരമേ പോയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവൻ്റെ വൈഫും ഇവിടെ അവർ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൈറ്റ് റിഫ്രഷ്മെൻറ്റിന് ഞങ്ങൾ രാവിലെ ഇരിക്കുമ്പോൾ പറഞ്ഞു, അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അത് ഘോഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുവരാം, എല്ലാം നമുക്ക് യോഗ കഴിഞ്ഞിട്ട് നമുക്ക് ഘോഷിക്കാന്ന് പറയും. അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്ന് എൻ്റെ 93-ാമത്തെ ഘോഷിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നത്തെ she came next week Saturday morning. ത്രേസ്യാമ്മ brought him and he also did some yoga exercise. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ comes his whole family, his children, grandchildren, all with a favorite, his favorite food, നമ്മുടെ അപ്പവും സ്റ്റീവും പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് 2-3 വാക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പാപ്പി സാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. So he talked a little bit about his autobiographical. His talk was autobiographical. Then he said only one person hurt him in his life, and it was a false accusation for something he did not do, and he had a bad experience with that, but I have forgiven him. So that is the only case in his whole 93 years life that somebody hurt him. I mean, it all shows that when you do good karma come to you. We were so impressed by the devotion of his children, grandchildren, എല്ലാവരുടെ സ്പൗസും. അപ്പോൾ എല്ലാവരും കൂടി പാപ്പി സാറിന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടി 2-3 പോയിട്രി. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് കേരള സെൻട്രലിലെ പാടിയ ആ പോയിട്രി ഒന്ന് ചെല്ലാമോ എന്ന് പറഞ്ഞു. He just sat down there and said the whole poem without even looking into a paper. One mistake he didn't make. And he was one of the most happy person that I have come across. And as a teacher, I'm sure he must have done a lot of good influence. As we all know, according to me, one of the noblest profession is being a teacher. And if you all ask people, your life must have been influenced some way or the other. I have heard people say, I became a big doctor because one teacher in high school encouraged me. So the noblest profession is to influence young minds and nurture it and give them the good advice. And so we are celebrating, Pakistan, we know that you are looking at all of us, and we
we are very happy that you are in a good place, and we hope that we may not live for 93 years, but we would like to die the way you died, because that is one of the noblest ways. So I told Tracyama yesterday, we have to celebrate his life and not cry for him. And that beautiful smile, if any time you feel depressed or down, just remember that, bring that face of smiling Papi to your life, and he can give you a lot of comfort. When we were in school, this nun taught us a song, and and the song goes something like this. I have a father in the far off land. I have a father in the far off land. When my father calls me, I must go to meet him in the far off land. So we should be all happy that he is with the Father, and whatever he was supposed to do in this life, he has accomplished, and when that is done, it's time for us to go back. Some people go early. In his case, he had taken more time so that his goodwill and his spirit could give it to everybody. Thank you. Namaste and shalom. Thank you. Now Brian and Anshu, the grandchildren of Apachan, will speak. Hey everyone, good evening. So for those of you who know who I am, my name is Brian. I'm number 7 of 18 of Apachan's grandchildren. On behalf of all our family, I would like to thank all of you coming out and celebrate the amazing life of our Apachan. My memories of my Apachan go back as far as I can remember. From working on the rubber trees in the field, or taking me on walks to local chaya stores in Kerala, or singing at our wedding, and many, many more memories. His stories are always grand. There's always grand tales. I only wish I could experience the things he had in his 93 years. Though his English wasn't perfect, and my Malayalam was far from perfect, we still found a way to communicate to each other through love. And it's not hard to tell why Apachan was so influential to so many people in his life. My trip to India without him always reminded me how popular he was there. Everyone knew him, and once they found out that I was Papi Sar's grandchild, they would comment on how much they loved him and say how lucky I was. Even during Apachan's last days with us, he did not lose the sharp mind he had. When I was in the hospital, I reached into his bag and pulled out the wedding book Anshu and I gave to him years ago. While lying down in the hospital bed, he noticed we took it out, and promptly he said, "Those are my valuable things. Please put it back in the bag." He also had a lot of other things in that bag from all the grandchildren. It wasn't just from us. Apachan was a great person and even greater father and grandfather to all of us. He'll be missed, but I'm happy he lived a great and memorable life and is now looking over us. When asked to say a few words about our dear Apachan, it was so hard to sum up into words the incredible man that he was. For those of us who had the pleasure of knowing him, we were blessed by his love. I know John, Gina, and Jenna will agree that even though we were not his biological grandchildren, he showed us love like we were. One reason I personally admired him was he too was a teacher. For me, he was inspirational. Through his stories, his actions, and his thoughtfulness, he taught his children and grandchildren many things. Apachan was the kind of person who took an interest in everyone he met. Through this, he taught us to be selfless and to be considerate of those around us. Apachan accepted everyone
non-judgmental. Through this, he wanted his own children and grandchildren to know what it really meant to love. Even in his last days, Apichan showed a concern about others. He taught us how to put others before ourselves. Apichan was a heart of our family and brought the family together. And through this, he taught us how to love unconditionally, to support each other wholeheartedly, forgive always, and cherish our loved ones. Each of us is sitting here today has been positively influenced by our beloved Apichan. And through our actions of love, kindness, and selfishness, the very things he exemplified, I know he'll continue to live on. Thank you. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, ഞാൻ ഇതേപോലെ ഇതിനു മുൻപോ ഒരിക്കലും ഒരു പ്രസംഗിച്ചിട്ടില്ല. ഇതിന്റെ ആദ്യത്തെ പ്രിയപ്പെട്ടവരെ, തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അപ്പച്ചന്റെ വേർപാട് സംഭവിച്ചത്. 93-ാം പിറന്നാൾ ആഘോഷം കഴിയുമെങ്കിലും തികച്ചും ആരോഗ്യവാനായിരുന്നു അപ്പച്ചൻ. ശാന്ത ഗംഭീരനായി, സുസ്മേരവദനായി, നർമ്മസംഭാഷണത്തോടെ മാത്രമേ അപ്പച്ചനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയൂ. ഏത് സന്ദർഭത്തിലും സമചിത്തതയോടെ സൗമ്യമായി സംസാരിക്കാൻ അപ്പച്ചന് കഴിഞ്ഞിരുന്നു. എല്ലാവരുടെയും ഒരു നല്ല സുഹൃത്തായിരുന്നു അപ്പച്ചൻ. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 22 വർഷമായി. അതിനുശേഷം ആ നഷ്ടം നികത്തിയത് ഈ അപ്പച്ചൻ ആയിരുന്നു. അപ്പച്ചൻ വളരെ ഹൃദയ നൈർമന്യമുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തുവാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. അപ്പച്ചൻ കത്തുകളിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ വളരെ കൃത്യമായിരുന്നു. മിക്ക കത്തുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സന്ധ്യയോടെ അപ്പച്ചൻ്റെ ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. എല്ലാവരും കൂട്ടിൽ കയറിയോ എന്ന് അന്വേഷിക്കുമായിരുന്നു. ഇനിയും ആ കരുതൽ, ആ സ്നേഹം, ആ സാന്ത്വനം എല്ലാം ഞങ്ങൾക്ക് നഷ്ടമാകും. ഈ ലോകത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നിടത്തോളം നന്മകൾ ചെയ്ത അപ്പച്ചൻ തീർച്ചയായും ഈ കുടുംബത്തിനും സമൂഹത്തിനും ഒരു തീരാ നഷ്ടമാണ്. അപ്പച്ചൻ തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആശംസിക്കാം. I love you, Appa. I will miss you. പ്രിയപ്പെട്ട അപ്പച്ച, ഇതൊരു അനുശോചന പ്രസംഗമല്ല കേട്ടോ. സ്നേഹത്തിന്റെ കൂടാരത്തിൽ അടുത്തിരുന്ന് അപ്പച്ചന്റെ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. വളരെ സ്നേഹത്തോടെ അപ്പച്ച ഇന്ന് മുഴുവനായിട്ട് വിളിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഓരോ ക്രിസ്മസിനും സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന കത്തുകളും അതിനകത്തെ വിവരണങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നു. വിളഞ്ഞ കതിരുകൾ, വിളവിന്റെ നാഥനായ തമ്പുരാൻ ഇരുത്തെടുത്ത് തന്റെ കളപ്പുരയിൽ ശേഖരിക്കും. ഇന്നിത് ഏറ്റവും അത്യുന്നതമായ ഒരു ഉദാഹരണം. 93 വർഷങ്ങള് വിളവിന്റെ നാഥൻ അനുവദിച്ച അത്ഭുതകരമായ നിമിഷങ്ങളായിരുന്നു. ഇന്നലെയും ഇന്നും നാളെയായിരിക്കുന്നവരുടെ മുമ്പിൽ ഇന്നായിരിക്കുന്ന അവസ്ഥ, ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയ സ്വപ്നങ്ങളും വികാരങ്ങളും വിചാരങ്ങളും സ്പന്ദനങ്ങളും വളരെ വ്യക്തമായി അപ്പച്ചൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും മറച്ചു വയ്ക്കുവാൻ സാധിക്കാത്തതിന് മുമ്പിൽ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് സ്വർഗീയ പിതാവിൻ്റെ അടുത്തായിരിക്കുന്ന, സമീപസ്ഥായിരിക്കുന്ന, ഹൃദയത്തിലായിരിക്കുന്ന അവസ്ഥ. എന്ന് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയത്തിലായിരിക്കുന്നു. നമ്മൾ പണ്ടങ്ങോ വായിച്ചു കേട്ടത് ഓർത്തിരിക്കുന്നു. ആരെയും വെറുക്കരുത്, ആരെയും വെറുപ്പിക്കരുത്, മരണം ഒരു നിഴൽ പോലെ നിന്റെ പിന്നിലുണ്ട്. അതെന്നാണ് നിന്നിലേക്ക് അടുത്തു വരുന്നത്? തിരിഞ്ഞു നിന്ന് ഐ എം സോറി എന്ന് പറയാൻ നിനക്ക് സാധിച്ചെന്ന് വരികയില്ല.
ഇന്നിതാ അപ്പച്ചൻ്റെ പുറകിലായിരുന്ന നിഴൽ അപ്പച്ചൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സ്വപ്നസ്നായ പിതാവിൻ്റെ തിരുമുഖം കണ്ണാടിയിലൂടെ കണ്ടിരുന്ന അപ്പച്ചൻ ഇന്നിതാ മനോഹരമായി മുഖത്തോട് മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത്ര സ്നേഹം നിറഞ്ഞ ഒരപ്പച്ചൻ്റെ മക്കളായി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്ക് നന്ദി. വിശ്വാസത്തിൻ്റെ വലിയ ഓട്ടമോടി നീതിയുടെ കിരീടം ലഭിക്കുവാൻ കാത്തിരിക്കുന്ന അപ്പച്ചൻ തന്ന മാതൃകകൾ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും സുന്ദരമാണ്. എനിക്ക് ഒരപേക്ഷ എല്ലാവരോടുമായി, ഈ നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉറച്ച കാൽപാദങ്ങളോടെ പ്രകാശമാകുന്ന യേശുവിലേക്ക് വചനമാകുന്ന വിത്തുകളെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശ കഥകളെ ചൊരിഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നൽകി സ്നേഹം വാങ്ങിയിട്ട് സ്നേഹത്തിന് മാത്രം ജീവിക്കുവാൻ, സ്നേഹത്തിന് ഓട്ടം ഓടുവാൻ നമ്മെ ഏവരെയും അപ്പച്ചൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അപ്പച്ച, നന്ദി നന്ദി, ഒതായിരം നന്ദി. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ബഹുമാനപ്പെട്ട വൈദികരെ, എൻ്റെ സഹോദരനെ, എല്ലാവരും അറിയപ്പെടുന്ന പ്രിയ പാപ്പി സാർ, ഞാൻ വിളിക്കുന്ന പാപ്പിച്ചാൻ എൻ്റെ അമ്മാച്ചനാണ്. എൻ്റെ അമ്മയുടെ തൊട്ടുമുത്ത ആണ്. അവർ 7 പേരായിരുന്നു എൻ്റെ അമ്മാച്ചിമാർ. ഇത് 7ാമത്തെ ആളായിട്ടാണ് പാപ്പിച്ചാൻ മരിച്ചത്. എന്നാൽ മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് സ്വർഗസ്ഥലങ്ങളിലേക്ക് യാത്രയായിരുന്നു എനിക്ക് പറയാൻ പറ്റും. അത്ര നല്ലൊരു മനുഷ്യനായി, പുരുഷായുസ് മൊത്തം ഒരു നല്ല വ്യക്തിയായി ജീവിച്ച് മനുഷ്യനെ സ്നേഹിച്ച് ദൈവത്തിനെ സ്നേഹിച്ച് പാട്ടുകൾ പാടി പ്രാർത്ഥനയിൽ ജീവിച്ച നിങ്ങളുടെ വാത്സല്യത എൻ്റെ വാത്സല്യ അമ്മാച്ചി ലോകം നോക്കി എന്നെ കൂടെ വിളിക്കുക. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. മോനെ, നിൻ്റെയും സൂസമ്മയുടെയും കൃഷിയാണ് ഈ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ കൃഷി. കഴിഞ്ഞ വർഷം വന്ന് പറഞ്ഞു, ഈ വർഷം വന്ന് കണ്ടു, ഇത് കുറച്ചുകൂടെ വിളയുമ്പോൾ ഞാൻ വീണ്ടും പേരും പക്ഷേ ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അപ്പച്ചു പോയ സർവ്വസാധനങ്ങളൊക്കെ ഞാനും പ്രിയപ്പെട്ട മക്കളും അവിടെ ചെന്ന് കാണുന്ന വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഒരു വാക്ക് ഞാൻ പാട്ട് പാടും. അപ്പച്ചൻ ത്രേസ്യമ്മ പറഞ്ഞ പോലെ ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്നെ പാട്ട് പാടി അയക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സർവാശ്വാസത്തിന്റെ ഉറവിടമാകുന്ന കർത്താവായ യേശുക്രിസ്തു നിങ്ങളേവരെയും വിഷമിച്ചിരിക്കുന്ന മനസ്സിനെ സമാധാനം പെരുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ. ഇപ്പോൾ കാണാനുള്ള അവസരം കൂടിയാണ്. ദയവായിട്ട് പ്ലീസ് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അവസരം കൂടിയാണ്. We can come through the right side of this chapel. വന്യ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട ലീല ചേച്ചി, കൊച്ചേച്ചി, ലിസ ചേച്ചി, റംസുടിച്ചാൻ, ഷാജി, മിനി, റൗഡിച്ചാൻ, തോമച്ചാൻ, ജോയ്, grandkids, daughter-in-laws, grandkids and the great-grandkids, grieving family and friends. തീർച്ചയായിട്ടും സെന്റ് വിൻസെന്റ് ഡി പോൾ മലക്കര
കാത്തലിക് കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം ബാബി സാറിൻ്റെ ദേഹവിയോഗം നികത്താൻ ആകാത്ത ഒരു വിടവ് തന്നെയാണ് എന്ന് എന്നെ പോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം. മലങ്കര കാത്തലിക്സ് ഇൻ ന്യൂയോർക്ക് എല്ലാ കൺവെൻഷനുകളിലും ഒരു ഐക്കണായിട്ട് ബാബി സാർ ഉണ്ടായിരുന്നു. അടുത്ത കൺവെൻഷൻ ഓഗസ്റ്റ് 6, 7, 8, 9 നടക്കുകയാണ്. ബാബി സാറില്ലാത്ത ഒരു കൺവെൻഷനെ ആണ് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ബാബി സാർ ഈ കൺവെൻഷന് ഒത്തിരി കൂടി അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരും എന്നുള്ള ഒരു വലിയ വിശ്വാസം അതാണ് ബാബി സാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബാബി സാറിനെ ഒരു ഗുരുവായി നമ്മൾ കാണപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് പിതാവ്, മാതാവ്, പിതാവ്, ഗുരു. ഗുരുവിൻ്റെ അനുഗ്രഹം അത് കിട്ടുന്നവര് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂർ മുമ്പ് ബാബി സാറിനെ കാണാൻ ഞാൻ പോയിരുന്നു. വളരെ വിഷമം അനുഭവിക്കുന്ന ഒരു സമയം. എന്നിരുന്നാലും ഞാൻ ചെന്നത് കണ്ടു, മനസ്സിലാക്കി. നാളെ വന്നതല്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അവസാനത്തെ അനുഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ അനുഗ്രഹമാണ് ലോകത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ മലങ്കര കാത്തലിക് കത്തീഡ്രലിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കി. Thank you, Lord Surrender. My name is Ashok J. Prasad, and I am only one of Abhijan's 18 favorite grandchildren. I don't know when my memories were first born. When was it that the ethereal substance of thought and experience was captured and housed in the shape of a recollection? When I look back on my years, when I course beyond all the footprints of my life, all the way back to the beginning of things, trying to find it, it is there at the borderlands of childhood. When I look into the mist of half memory and half truth, I find your face, my Abhijan. The features of your face were one of my first memories. I remember the walks we took back from the market of Murdaguartikal, heading back to the house on the hill on Mailapra. Your face is much younger. Your hair was still black, with few sprays of silver where it coursed over your ears. You're slim, but strong enough to hold a newspaper-wrapped package in one hand for Amachi, and in the other arm, you carried me. And when you carried me, you held me high over your shoulders, so you would have to look up to me as I floated suspended above the earth. I was safe in your arms, and I remember your smile, and I remember your singing, O Bachukanikid in Udana Dena. That was my memory. And in truth, that was not my only memory, but rather one shared by all of his grandchildren in one form or another. And today, we remember, and we are here to share in our collective memory of your 93 years and all the lives you have touched. First, as teacher, as Papi Sar,
You taught students from all walks of life. You taught more than mathematics or Malayalam or geography. You also taught the purpose of integrity and the necessity of a disciplined work ethic. As a farmer, you cultivated more than 12 acres of rubber trees or mango trees. You cultivated in people, and in them you cultivated patience and kindness and tolerance. And out of all the gardens you grew, none was as fruitful as the garden you and Amachi cultivated in your 6 children. In your family, you sowed seeds of love in the fertile soil of their hearts, and from them reaped that same love returned more than 100 times 100-fold. And I would like to take a moment and speak to them directly. To Mommy, Mommy, Daddy, Mama, Bob Uncle, Tom Uncle, Shirley Auntie, Shaj Uncle, Daisy Auntie, Minnie Auntie, and Joy Uncle. I want you to know this, and I say this on behalf of all 18 of us. As children, you taught us with instruction. As adults, you continue to teach us by example. I pray that my children care for me, and I pray that our children care for us as much as you have loved, cared, and nurtured your parents in the autumn of their years. Everyone knows that in Apachan and Amachi's garden, their fruits didn't fall too far from the tree. Finally, as a man of faith, Apachan lived a true Christian life, both in prayer and practice. How many memories of him do you hold, of him leading the family in prayer or singing in the church? He was not loud in his expressions, but lived a reflective life on the word. He was not proud, but humble in his actions. His love was quiet and still, yet strengthening because it rested on the cornerstone of the true Christ-like life, and that is this: the fruit of the Spirit is reflected in service to one another, and the language of God's love is forgiveness. And I say again, the fruit of the Spirit is reflected in the service to one another, and the language of God's love is forgiveness. And Apachan's service to all, and his inability to tolerate and forgive the worst transgressions. This drew all of us ever more closer to him, even those who hurt him. He possessed the true genius of the heart, that which renders dumb all that was loud and complacent. He possessed a greatness of soul that secures all Mahatmas the same fate, to return and rest in the bosom of the Creator. And as it is said in Scriptures, verily I say unto you, he that hears my word and believes in him that sent me has everlasting life, and shall not come unto condemnation, but is passed from death unto life. Today, we are certain that Apachan is reunited with his beloved Amachi and standing in the light of the Father. And for those of us who are left behind, we remain and we remember him and mourn his absence in our life. We ponder on our life and our world that is left changed in the wake of his passing. And the world seems a bit dimmer without his light. And as I look into the eyes of my cousins, carrying a sea of sorrows to their grandfather, and the family that has lost the patriarch, and find the sadness weigh on my own heart, it is then that I close my eyes and I see his face again, younger, free of age and infirmity, and he is smiling, and he's looking up at me high in his arms, and we walk up that old hill to the house where I could see Amachi standing, waiting outside. And I hear his voice clear, and the familiar song of love, of
promise of childhood. बचपन के दिन बुला न देना, बचपन के दिन बुला न देना, आज हंसे कल रुला न देना, आज हंसे कल रुला न देना, बचपन के दिन बुला न देना. I remember, and we're home again. Thank you. അപ്പച്ചൻ്റെ വികാരി എന്ന നിലയിൽ അപ്പച്ചനെ പല പ്രാവശ്യം കാണുവാനും വിശുദ്ധ കുർബാന കൊടുക്കുവാനും എനിക്ക് അവസരമുണ്ടായി. ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇവിടെ നിങ്ങളെല്ലാവരും മക്കൾ ഉൾപ്പെടെ കൊച്ചുമക്കൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ധന്യമായ വിശുദ്ധ ജീവിതം നയിച്ച ഒരു അപ്പച്ചനെ പറ്റിയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓർത്തതും പറഞ്ഞതുമെല്ലാം. ഇതുതന്നെയാണ് ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെയോ അല്ലെങ്കിൽ അബ്രാഹ്മണൻ്റെയോ എല്ലാ വൈദികരുടെയും ജീവിതത്തിൻ്റെ സാഫല്യം. ഒരു വ്യക്തി ജീവിതത്തിൽ ധന്യതയുടെ വിശുദ്ധ ജീവിതം നയിച്ച് കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുക, ഞങ്ങളുടെ ജീവിതത്തിൽ വൈദിക ജീവിതത്തിൽ സാഫല്യം ഉണ്ടാവുക. അത് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം അപ്പച്ചനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഷാച്ചാൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്, ബാബുച്ചാൻ്റെ വീട്ടിൽ, ലിസാൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പാട്ട് പാടി, അപ്പച്ചൻ നന്നായിട്ട് പാടി, ഇപ്പം തന്നെ പാടിയല്ലോ. ജീവിതത്തോണി തുഴഞ്ഞ് തുഴഞ്ഞ്, ജീവിതത്തോണി തുഴഞ്ഞ് നീങ്ങിയപ്പോൾ തുണയായി വന്നവനീശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർന്നവനീശു, ജീവിതത്തോണി തുഴഞ്ഞ് തുഴഞ്ഞടന്നപ്പോൾ തുണയായി വന്നവനീശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർന്നവനീശു. ഈ പാട്ട് അന്ന് അപ്പച്ചൻ പാടി, മുഴുവൻ പാടി. വളരെ ഹൈപ്പിച്ചൊക്കെ ഉള്ളൊരു പാട്ടാണ്. ആ ഒരു പിച്ച് പോലും തെറ്റിക്കാതെ 92 വയസ്സിലാണ്, ഇന്ന് കഴിഞ്ഞ വർഷമാണ് അപ്പച്ചൻ പാടി തീർത്തു. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ ഒരു 6-7 മണിക്കൂർ മുമ്പാണ് എനിക്ക് മനസ്സിലായത്. അപ്പച്ചൻ്റെ മരണത്തിൻ്റെ ഏതാണ്ട് ഒരു 5-6 മണിക്കൂറിന് മുമ്പ് അപ്പച്ചൻ അല്പം ശാരീരികമായ ശ്വാസം തടസ്സമുണ്ടായപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അപ്പച്ചൻ ആ സമയത്ത് അല്പം റിലീവ്ഡാണ്. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ സംസാരിക്കാനായിട്ട് സാധിച്ചു. വളരെ ട്രീസാമ്മ പറഞ്ഞ പോലെ ഷാർപ്പായിട്ട്, വളരെ ഓർമ്മയോടുകൂടി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് അപ്പച്ചൻ യേശുവേ 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 എന്ന് ഉച്ചയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് പാടിയതും ഈ തൻ്റെ 93 വർഷം മുഴുവൻ ജീവിച്ചതും യേശുവിൽ കേന്ദ്രീകരിച്ച്, ക്രിസ്തുവിൽ ആശ്രയിച്ച്, യേശുവിൽ ശരണപ്പെട്ട് ജീവിച്ച ഒരു ഗുരുനാഥൻ, ഒരു സാർ, നമ്മുടെ സ്നേഹത്തോടെ പാപ്പി സാർ എന്ന് പറയും. ജീവിതം സമർപ്പണം ചെയ്ത അപ്പച്ചനെയാണ് നമ്മൾ ഇന്ന് യാത്രയാക്കുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ നമുക്ക് ഈ അപ്പച്ചനെ തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. Let us celebrate his life. ഈ അവസരത്തിൽ താമക്കാരയിലെ എല്ലാ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ അവസരത്തിൽ നിന്ന് അറിയിക്കുന്നു. താങ്ക് യു. അപ്പച്ചൻ്റെ
ഈ യോഗത്തിൽ ഇവിടെ വന്ന് ചേരുകയും ഞങ്ങളുടെ വിഷമത്തിൽ പങ്കുകൊള്ളുകയും ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നന്ദി പറയട്ടെ. കഴിഞ്ഞ 2009 അമ്മച്ചി മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റിസർച്ച് പിതാവ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം സാന്ത്വനത്തിന് വരികയും ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് അപ്പച്ചൻ മരിച്ചപ്പോൾ ആകർഷണീയമായിട്ടാണെങ്കിൽ അമേരിക്കയിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ആ പിതാവിനെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ചമകാല ഫാമിലിയുടെ വകയായിട്ട് എൻ്റെ പേഴ്സണൽ വകയായിട്ട് അപ്പച്ചൻ്റെ വകയായിട്ട് നന്ദി പറയട്ടെ. അതുപോലെ യുസേബിയസ് തിരുമേനി പൈതലായി നടക്കുന്ന കാലത്ത് ഞങ്ങളെ ഓരോരുത്തരെ അറിയാം. അപ്പച്ചനെ നല്ലപോലെ അറിയാം. അദ്ദേഹം അന്നും ഇന്നും ഞങ്ങളെ സ്നേഹിച്ച് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. നല്ല ആ വചനങ്ങൾ അപ്പച്ചനെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞാണ് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഓരോരുത്തരിലേക്ക് നന്ദി പറയട്ടെ. പിന്നെ അപ്പച്ചൻ വളരെയധികം സ്നേഹിച്ചവരാണ് വൈദികരും കന്യാസ്ത്രീകൾ. അതുപോലെ തന്നെ അപ്പച്ചനെയും ഓരോരുത്തരും സ്നേഹിച്ചു. അപ്പച്ചൻ കിടക്കയിൽ കിടക്കുന്നവരുടെ ഹോസ്പിറ്റലിൽ കിടക്കുകയും കുർബാന കൊടുക്കുകയും അവൻ പ്രാർത്ഥിക്കുകയും ചെയ്ത സത്യനച്ഛനെയും എബ്രാച്ചനെയും മോഹനത്തിനച്ഛനെയും ഒക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. പറയും. അതുപോലെ സിസ്റ്റർ ആർക്കേത് പറഞ്ഞ പോലെ അച്ഛന് വളരെ സ്നേഹമുള്ള കന്യാസ്ത്രീകളുടെ ആശ്രമത്തിലുള്ള അതെല്ലാം ശരിക്കും അപ്പച്ചൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്നേഹിച്ചത്. എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ പേര് നന്ദി പറയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വന്നി അറിഞ്ഞ ഓരോരുത്തർക്കും ഞങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടി വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഇപ്പം നിങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിടത്തോളം മാറി നിന്നാലും മതി. നിങ്ങളുടെ ആ പ്രസൻസ് ഇപ്പോഴാണ് നമുക്ക് ആവശ്യം. നിങ്ങളൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് അവിടെ നിന്നാൽ മതി. അത് ഒത്തിരി സ്വാതന്ത്ര്യം തരുന്നതാണ് ഈ അവസരത്തിൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദി പറയട്ടെ. അതുപോലെ ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന സജി പ്രത്യേകം നന്ദി. അതുപോലെ ഈ പാർക്ക് പോലെ അറേഞ്ച്മെന്റ് നടത്തി. അതുപോലെ നാളെ മറ്റന്നാൾ അപ്പച്ചൻ്റെ കോഴിക്കോട് എല്ലാ അറേഞ്ച്മെന്റ്സ് അവരാണ് ചെയ്യുന്നത്. അതൊക്കെ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ, യൗവനത്തിൻ്റെ, കൗമാരത്തിൻ്റെ, കോളേജ് ഇയേഴ്സിൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങളുടെ മാർഗദർശിയായിരുന്നു, ഞങ്ങളുടെ വഴിവിളക്കായിരുന്നു, ഞങ്ങളുടെ മാർഗദീപമായിരുന്നു. എന്നും ചിരിച്ചുകൊണ്ടുള്ള മുഖമുള്ള ഈ അപ്പച്ചൻ ഇന്ന് അപ്പച്ചൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ എങ്ങനെ യാത്ര പറഞ്ഞു വേണം എന്നറിയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള കാര്യമാണ് അപ്പച്ചന് യാത്ര. ഭയങ്കര വിഷമം. എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാൻ നീ വലുതാകുമ്പോൾ നിനക്ക് എന്താണ്? ഞാനും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സയൻറ്റിസ്റ്റാണ്, അസ്ട്രോണറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ്, ഷാജി നിനക്ക് എന്തോ ജീവിതത്തിൽ എനിക്ക് കുറച്ച് നാളുണ്ടല്ലേ, ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ചലങ്കകളില്ലാത്ത, താളമേളങ്ങളൊന്നുമില്ലാതെ, യാതൊരു ആഡംബരവും ഇല്ലാതെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ച ഈ വലിയ മനുഷ്യ സ്നേഹിയെ പോലെ എനിക്ക് ആകാൻ ഒക്കുമോ? ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ.
പറ്റിയത് എനിക്കാരെങ്കിലും പണ്ടൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ പേപ്പറോ ഒരു അവാർഡോ ഒക്കെ തരണമെന്ന്. ഇന്ന് അപ്പച്ചനോട് യാത്ര പറയുമ്പോൾ ഈ ലോകത്തിലെ യാതൊരു അവാർഡും എനിക്ക് വേണ്ട. എൻ്റെ മരണം വരുന്നിടം വരെയുള്ള ഈ ലോകത്തിന് തരാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഓരോ കുഞ്ഞുങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് CM ബാബു സാറിൻ്റെ മകൻ, CM ബാബു സാറിൻ്റെ മകൻ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലോകത്തിൽ എനിക്ക് ഏറ്റവും കിട്ടാവുന്നത്. അപ്പോൾ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഈശ്വര വിശ്വാസവും ഇന്റഗ്രിറ്റിയും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചതാണ് ആ വലിയ അവാർഡ്. അതിന് യാതൊരു വിലയും കൊടുക്കാൻ പറ്റില്ല. വിലയില്ലാത്ത ഒന്നാണ്. അതിന് വില പറയാൻ നിൽക്കില്ല. താങ്ക് യു. അശോക് പാടിപ്പാടിൻ്റെ ഒരു വരിയോട് ഞാൻ അപ്പച്ചന് പാടിയോടെ അപ്പച്ചന് ഏറ്റവും ഞാൻ എൻ്റെ കൊച്ചത്തെ ഓർമ്മയിൽ അപ്പച്ചൻ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അപ്പച്ചന് എപ്പോഴും സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിൽ പാട്ട് പഠിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പത്തിൽ ഇറങ്ങിയ ഗീതാവിലെ ഈ പാട്ടാണ് അപ്പച്ചൻ മിക്കവാറും പലപ്പോഴും പാടിയിട്ടുള്ളത്. നഗീസത്തും ദിലീപ് കുമാറിലൂടെ അഭിനയിച്ച ആ മൂവിലെ പാട്ടാണ് അതിൻ്റെ ഒരു വലിയ പാട്ട്. അപ്പച്ചൻ്റെ സന്തോഷത്തിൽ ഞാൻ പാട്ടുകാരനല്ല, അപ്പച്ചനെ കേൾക്കാൻ പാടിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം അപ്പച്ചൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയായി ഞാൻ അപ്പച്ചനെ പാടിയ दूर देश एक महल बनाए प्यार के जिसमें दीप जलाए. दूर देश एक महल बनाए प्यार के जिसमें दीप जलाए. दीप जलाए दीप जलाकर बुझा न देना. आज हंसे कल रुला न देना. ओ बचपन के दिन भुला न देना. എൻഡിങ് നോട്ടായിട്ട് ഷായിച്ചാൻ്റെ പാട്ട്. ഇതുപോലൊരു സത്സംഗത്തിലെ ആളായിരുന്നു ബാബി സാർ. ഇതൊന്നു ലാസ്റ്റ് ഈ ഒരു യാത്ര ചെയ്യുമ്പം ഇറ്റ് ഈസ് എ ഒക്കേഷൻ ഫോർ സത്സംഗ്. സത്സംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും ഒരുമിച്ചുള്ള സത് മനസ്സുകളുടെ സംഘം കൂടിവരവ് എന്നാണ് അർത്ഥം. ഇപ്പം തീർച്ചയായിട്ടും ബാബി സാറ് നമ്മളോടൊപ്പം സന്തോഷിക്കുന്നുണ്ട്. ഇതുപോലെ സത്സംഗം വെച്ചാണ് തിരുമേനിയുടെ വീട്ടിൽ വെച്ച് ഒരു സന്ധ്യയിലാണ് ആദ്യമായിട്ട് ബാബി സാറിനെ കാണുന്നത്. അന്ന് ഇത് തന്നെ പാടി, ഈ ഷായിച്ചാൻ്റെ പാടിയ പാട്ട് തന്നെ പാടി. എന്നോട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചു. ക്രിസ്ത്യാനിറ്റിക്കുന്ന ഷായിച്ചാൻ മിനിമം ഒക്കെ ഉണ്ടായിരുന്നു. പാടി അവിടെ വെച്ചു. പിന്നെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു ബാബി സാർ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ബാബി സാർ ഇപ്പോൾ തരുന്നൊരു സമ്മാനമുണ്ട്. എന്താണെന്ന് പറയാം, ഒരു ഉമ്മ തരും. സത്യം ഇത്രയും കോൺസെൻട്രേറ്റ് എനിക്ക് ഉമ്മ കിട്ടിയിരിക്കുന്നത് ബാബി സാർ. സത്യമായിട്ട് ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ട് ഉമ്മ തരാൻ തിന്നാണ്. കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്പസമയം വെയിറ്റ് ചെയ്യും. എല്ലാവരും പോയി കഴിയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് കാപ്പായിട്ട് തന്നെ കെട്ടിപ്പിടിച്ച് ഒരു പിള്ളേർ എപ്പോൾ പള്ളി വന്നാൽ ഇതൊന്നും ഈ ഒരു സ്നേഹം, ഈ ഒരു വാംത്ത് നമുക്കും let us also celebrate this, let us also continue to do this. നാളെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച ബാബു സാറിൻ്റെ ദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനയിൽ നമുക്ക് കൂടിയാക്കാൻ കുടുംബത്തോട് വലിയ സ്നേഹം പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് കൂടിയുണ്ട്. വലിയ ജീവിതം നമുക്ക് ആഘോഷിക്കാം. നല്ല യാത്ര നേരുന്നു. ഇടവകയുടെ നാമത്തിൽ, സുഹൃത്തുക്കളുടെ പേരിൽ, സുമനസ്സുകളുടെ പേരിൽ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം അനുശോചനം. നീ എന്നെ മറന്നു നാഥ,
ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. ആകുലനാണു ഞാൻ, രോഗങ്ങൾ പേറുന്നു, നീ എന്നെ മറന്നോ നാഥാ. ആകുലനാണു ഞാൻ, രോഗങ്ങൾ പേറുന്നു, നീ എന്നെ മറന്നോ നാഥാ. ആഴിയിൽ താഴുന്നു കരയറിയാത്തവൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. ആഴിയിൽ താഴുന്നു കരയറിയാത്തവൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. സ്നേഹിതരില്ലാത്തോ വൈരികളേറിയോ, നീ എന്നെ മറന്നോ നാഥാ. സ്നേഹിതരില്ലാത്തോ വൈരികളേറിയോ, നീ എന്നെ മറന്നോ നാഥാ. ഉള്ളം തകർന്നവൻ ഉറ്റവരില്ലാത്തോൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. ഉള്ളം തകർന്നവൻ ഉറ്റവരില്ലാത്തോൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. കൂടാരത്തിനകത്തുണ്ട് ഷെക്കേനായും ഉണ്ടവിടെ. കൂടാരത്തിനകത്തുണ്ട്
പണ്ഡിതന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ, എന്നുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയും ഉണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന് ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ
ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം.